Hello everyone, welcome back to our channel, Let's Chats. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസിലെ ഡിയർ ഇജിവാലെ എന്നുള്ള ചാപ്റ്ററിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിവിഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന നോട്ട്സ് അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ കീ ടേംസ് ആണ് വരുന്നതെന്നൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ കൂടെ ഇതുപോലെയുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിവിഷൻ വീഡിയോസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി എന്താണ് പറയാറുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കതിനെക്കുറിച്ച് ഷോർട്ടായിട്ട് വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് ജസ്റ്റ് അതിനകത്ത് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം ഇതൊരു എപ്പിസ്റ്റോളറി മാനിഫെസ്റ്റോ ആണ്. അപ്പോൾ എപ്പിസ്റ്റോളറി എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സമ്മറി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത തീർച്ചയായിട്ടും കാണുക. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. അത് കണ്ടതിന് ശേഷം മാത്രം ഇതിനകത്തോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കറിയാം ലെറ്ററിൻ്റെ ഫോമാറ്റിൽ എഴുതിയിട്ടുള്ള വർക്ക്സുകളെയാണ് എന്ത് പറയുന്നത് എപ്പിസ്റ്റോളറി മാനിഫെസ്റ്റോ അല്ലെങ്കിൽ എപ്പിസ്റ്റോളറി ഫോമാറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെയാണ് ഇതും എഴുതിയിട്ടുള്ളത് എന്നറിയുക. ആ ഒരു വാക്ക് ഇതിൽ ബോൾഡാക്കി എഴുതിയിട്ടുള്ള ഓരോ വാക്കുകളും ഓരോ ഫ്രേസുകളും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കാം. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഓൺ ഹൗ ടു റേസ് ഹെർ ഫ്രണ്ട്സ് ഡോട്ടർ ജിസാല മെഡോറ ആസ് എ ഫെമിനിസ്റ്റ് എന്നാണ്. അപ്പോൾ അവരുടെ ഇതിനകത്ത് വരുന്ന മെയിനായിട്ട് വരുന്ന പേര് എന്ന് പറയുന്നത് ജിസാല മെഡോറ എന്നുള്ളതാണ്. അപ്പോൾ ഈ ജിസാല മെഡോറ ആരാണ് നമുക്കറിയാം, നമ്മുടെ റൈറ്ററുടെ ഫ്രണ്ടിൻ്റെ ഡോട്ടറാണ്. അപ്പോൾ അവളെ കുട്ടിയെ എങ്ങനെ ഒരു ഫെമിനിസ്റ്റ് ആക്കിയിട്ട് മാറ്റാം എന്നുള്ള രീതിക്കാണ് ആ ഒരു കത്തിൻ്റെ ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ക്യാരക്ടറാണ് അവൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിയുടെ പേര് നമ്മൾ ഓർത്ത് വയ്ക്കണം. നമുക്ക് എക്സാമിന് എഴുതുന്നത് നല്ലതാണ്, ജിസാല മെഡോറ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ്. ഹിയർ ഈസ് ഹർ 3 സജഷൻസ് ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെ ആ കുട്ടീനെ ഫെമിനിസ്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള സജഷൻസിനാണ് അല്ലെങ്കിൽ 3 സജഷൻസ് ആണ് നമ്മുടെ റൈറ്റർ അതിനകത്ത് പറയുന്നത്. ആ 3 സജഷൻസും എന്താണെന്ന് കാണാതെ തന്നെ പഠിച്ചിരിക്കണം. ഫസ്റ്റ് സജഷൻ എന്താണ്? ബി എ ഫുൾ പേഴ്സൺ. ആദ്യം തന്നെ കംപ്ലീറ്റ്ലി നീ ആദ്യം ഒരു ഫുൾ പേഴ്സൺ ആയിട്ട് മാറണം. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മദർഹുഡ് ഈസ് എ ഗ്ലോറിയസ് ഗിഫ്റ്റ് ബട്ട് ഡു നോട്ട് ഡിഫൈൻ യുവർ സെൽഫ് സോൺലി ബൈ മദർഹുഡ്. അപ്പോൾ മദർഹുഡ് എന്ന് പറയുന്നത് മാതൃത്വം എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഒരിക്കലും നീ നിന്നെ എങ്ങനെ ഡിഫൈൻ ചെയ്യരുത്? ആ ഒരു അമ്മയുടെ റോളിനകത്ത് നിന്ന് മാത്രം നിന്നുകൊണ്ട് നീ ഒരിക്കലും നിന്നെ ഡിഫൈൻ ചെയ്യാൻ പാടില്ല. കാരണം അതിനപ്പുറത്തേക്ക് നിനക്കുള്ള കഴിവുകൾ, നിനക്കുള്ള കാലിബർ അല്ലെങ്കിൽ നിൻ്റെ സ്കില്ലുകൾ എല്ലാം നീ പുറത്തേക്ക് എടുക്കണം. നിനക്ക് എന്താണ് ജോലി ചെയ്യാൻ ആഗ്രഹം അതെല്ലാം നീ പുറത്തേക്ക് എടുക്കണം. അല്ലാണ്ട് ആ ഒരു അമ്മയുടെ റോളിൽ മാത്രം ഒതുങ്ങിക്കൂടരുത് എന്ന് പറയുന്നതാണ് അവരുടെ ഫസ്റ്റ് സജഷൻ. അപ്പോൾ അത് പഠിക്കുക, ബി എ ഫുൾ പേഴ്സൺ. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആയിട്ട് 1-2 ഇൻസ്റ്റൻസുകൾ പറയുന്നുണ്ട്. മാർലിൻ സാൻഡേഴ്സ് എന്നുള്ള ഫസ്റ്റ് വുമൻ ടു റിപ്പോർട്ട് ഫ്രം വിയറ്റ്നാം ഡ്യൂറിങ് ദ വാർ. അപ്പോൾ വാറിൻ്റെ ടൈമിൽ വിയറ്റ്നാമിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള ലേഡി ആയിരുന്നു മാർലിൻ സാൻഡേഴ്സ്. അപ്പോൾ ആ ഒരു എക്സാമ്പിളിനെ കുറിച്ചോടെ പറയുന്നത് ജസ്റ്റ് അവരുടെ പേരും ആ ഒരു ഇൻസിഡൻറ്റും മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അവർ പറയുന്നുണ്ട് ട്രൂ ഇഗ്ബോ ട്രഡീഷൻ ഓഫ് ഡബിൾ ഇൻകം ഫാമിലി. നിങ്ങളുടെ ഇഗ്ബോ ട്രഡീഷൻ ആണെന്നുണ്ടെങ്കിലും നോക്കുന്ന സമയത്ത് പണ്ട് മുതലൊക്കെ അവിടെ ഫാദറും മദറും ഒരുപോലെ ജോലി ചെയ്തിരുന്നു, 2 പേർക്കും ഇൻകം ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ ആ ഒരു ഒപ്പീനിയനെ സാധൂകരിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ 2 ഇൻസ്റ്റൻസുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എടുക്കാവുന്നതാണ്. ഗിവ് യുവർ സെൽഫ് ഫെയർ റൂം ടു ഫെയിൽ. ഡോണ്ട് അസ്യൂം ദാറ്റ് യു ഷുഡ് നോ എവറിത്തിങ്. പോലെ നിനക്കും തെറ്റുകളൊക്കെ പറ്റാം. അമ്മയായി എന്ന് വിചാരിച്ച് എന്ത് പറ്റില്ല, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരുടെയും സഹായം കൂടാതെ ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ സഹായം വേണ്ട സമയത്ത് സഹായം ചോദിക്കുക, പറ്റാത്ത കാര്യങ്ങൾ അറിയാവുന്നവരോട് ചോദിക്കുക. അപ്പോൾ അത്തരത്തിലൊക്കെ കാര്യങ്ങൾ സ്വയം തോറ്റു കൊടുക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം കോംപ്രമൈസ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സജഷനകത്ത് പറയുന്നത്. ഇനി സെക്കൻഡ് സജഷൻ, ഡു ഇറ്റ് ടുഗെദർ. ഒന്നിച്ച് ചെയ്യാം. അതായത് നീ നിൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് കുട്ടിയുടെ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹസ്ബൻഡ് ഷുഡ് ഡു എവറിത്തിങ് എക്സെപ്റ്റ് ബ്രസ്റ്റ് ഫീഡിങ്. ബ്രസ്റ്റ് ഫീഡിങ് ഒരിക്കലും നമുക്ക് അറിയാം അച്ഛനെയും കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതൊഴികെ ബാക്കി എല്ലാം നിങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒന്നിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സോ ലുക്ക് അവേ, അറസ്റ്റ് യുവർ പെർഫെക്ഷനിസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്താലാണ് പെർഫെക്റ്റ് ആവും, ഞാൻ എൻ്റെ കുഞ്ഞിനെ കുളിപ്പിച്ചാലേ ശരിയാവും, ഞാൻ എൻ്റെ കുഞ്ഞിന് ഫുഡ് കൊടുത്താലേ ശരിയാവും എന്നുള്ള ആ ഒരു പെർഫെക്ഷനിസം എന്നുള്ള ചിന്താഗതിയൊക്കെ മനസ്സിൽ നിന്ന് കളയൂ. ഷെയർ ചൈൽഡ് കെയർ ഈക്വലി. കുട്ടിയുടെ കെയറിംഗ് എന്ന് പറയുന്നത് ഈക്വലായിട്ട് 2 പേരും ഷെയർ ചെയ്യും. ഹസ്ബൻഡ് ഈസ് നോട്ട് ഹെൽപ്പിംഗ്, ഹി ഈസ് ഡൂയിങ് വാട്ട് ഹി ഷുഡ്. ഹസ്ബൻഡ് ഒരിക്കലും നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം എന്താണ്, അദ്ദേഹം ചെയ്യേണ്ട കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ജൂഡി ഡസ് നോട്ട് ഡിസേർവ് എനി സ്പെഷ്യൽ ഗ്രാറ്റിറ്റ്യൂഡ് ഓർ പ്രൈസ് നോർ ഡു യു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വാഴ്ത്തേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ നീ ചെയ്യുന്ന കാര്യങ്ങളും വാഴ്ത്തപ്പെടേണ്ടവയല്ല. 2ഉം നിങ്ങളുടെ ഡ്യൂട്ടീസാണ്. ഇത്രയും കാര്യങ്ങളാണ് ഡു ഇറ്റ് ടുഗെദർ, ഒന്നിച്ച് ചെയ്യുക എന്നുള്ള സജഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ, ടീച്ച് ഹർ ദാറ്റ് ദ ഐഡിയ ഓഫ് ജെൻഡർ റോൾസ് ഈസ് അബ്സല്യൂട്ട് നോൺസെൻസ്. ജെൻഡർ റോൾസിൻ്റെ പേരിൽ പറയുന്ന ഐഡിയകളെല്ലാം വെറും നോൺസെൻസ് മാത്രമാണ് എന്ന് മോളേനെ പറഞ്ഞ് പഠിപ്പിക്കണം.
അപ്പോൾ എന്താണ് ഇവിടെ ജെൻഡർ റോൾസ് എന്താണ്, അല്ല അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കളർഫുൾ ആയിരിക്കും. ഡു നോട്ട് എവർ ടെൽ ഹർ ദാറ്റ് ഷീ ഷുഡ് നോട്ട് ഡു സംതിങ് ബിക്കോസ് ഷീ ഈസ് എ ഗേൾ. ജെൻഡർ റോൾസിനോട് എന്താ ഉദ്ദേശിക്കുന്നത്, നീ പെൺകുട്ടി ആയതുകൊണ്ട് നീ ഇത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ചെയ്യരുത് എന്നോ ഒരിക്കലും പറയാൻ പാടില്ല. പെൺകുട്ടി ആയി പോയി എന്നുള്ളത് ഒരിക്കലും ഒന്നിനുമുള്ള മാനദണ്ഡമല്ല, ഒരു കാര്യത്തിനെ എന്താ പറയുക എതിർക്കാനോ അല്ലെങ്കിൽ അതിന് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യാനോ വേണ്ടിയുള്ള ഒരു മാനദണ്ഡമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ജെൻഡർ റോളുകൾ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഒരു ടെക്സ്റ്റിനകത്ത് പറയുന്ന കാര്യമാണ് ബെൻഡ് ഡൗൺ പ്രോപ്പർലി വൈൽ സ്വീപ്പിംഗ് ലൈക്ക് എ ഗേൾ. കേട്ടിട്ടുള്ള കാര്യമാണ്, അതായത് പെൺകുട്ടികളെ പോലെ നല്ലോണം കുനിഞ്ഞടിച്ചു വരെ എന്ന് പറയാറുണ്ട്. അതേസമയം തന്നെ എങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെയും പറയാമല്ലോ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ബെൻഡ് ഡൗൺ ആൻഡ് സ്വീപ്പ് പ്രോപ്പർലി ബിക്കോസ് യു വിൽ ക്ലീൻ ദ ഫ്ലോർ ബെറ്റർ. ഒന്നും കൂടി കുനിഞ്ഞ് നന്നായിട്ട് അടിച്ചു വരിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിലം ഒന്നും കൂടി വൃത്തിയാവുമല്ലോ എന്നുള്ള രീതിക്ക് പറയുന്നതല്ലേ നല്ലത്. അല്ലാണ്ട് പെൺകുട്ടികളെ പോലെ നല്ലോണം കുനിഞ്ഞിട്ട് സ്വീപ്പ് ചെയ്യുക എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്നൊരു എക്സാമ്പിളായിട്ട് അവരവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ് കാര്യം. അതായത് ഒരു പോയിന്റിനെ ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള പോയിന്റ്സ് നമുക്ക് ഓർത്ത് ഇതൊക്കെ സിമ്പിളായിട്ട് അതിനകത്ത് പറയുന്ന കാര്യങ്ങളല്ലേ, അതുകൊണ്ട് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ജെൻഡർ റോൾസിനെ കുറിച്ച് അതേപോലെ പിങ്ക് ബ്ലൂ ബൈനറി എന്ന് പറയുന്ന ടേംസ് ഒക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിങ്ക് ബ്ലൂ ബൈനറി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. പിങ്ക് ഫോർ ഗേൾ അല്ലെങ്കിൽ ബ്ലൂസ് ഫോർ ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു രീതിയാണ് പിങ്ക് ബ്ലൂ ബൈനറി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തല്ലേ ബോൾഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെയും നിങ്ങൾ ഒരു എസ്സേ ഒക്കെ എഴുതുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ നന്നായിട്ട് വായിച്ചിട്ടുണ്ടെന്നും അതേപോലെ തന്നെ അതിനകത്തുള്ള കൺസെപ്റ്റുകൾ അറിയാമെന്നുള്ള ധാരണ പേപ്പർ നോക്കുന്ന ആളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഹെർ എക്സ്പീരിയൻസ് ഇൻ ചിൽഡ്രൻസ് ഷോപ്പ് ജെൻഡർ ന്യൂട്രൽ സെക്ഷൻ. അപ്പോൾ ഇതിനെ നമ്മളൊന്നുകൂടെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾസ് പറയുന്നതാണ് അവിടെ ചിൽഡ്രൻസ് ഷോപ്പിലുള്ള എക്സ്പീരിയൻസുകൾ. അതായത് അവിടെ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും അതേപോലെ തന്നെ ജനറൽ ന്യൂട്രൽ സെക്ഷൻ എന്നുള്ളതുകൊണ്ട് എന്താണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടുതൽ ക്ലിയർ ആയിരിക്കും. നിങ്ങൾക്ക് പഠിക്കാനും അത് ക്ലിയർ ആയിരിക്കും, അതേപോലെ തന്നെ പേപ്പർ നോക്കുന്ന ആൾക്കും അത് ക്ലിയർ ആയിരിക്കും. എക്സ്പീരിയൻസ് ഇൻ US മോൾ, അതേപോലെ US മോളിൽ ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞും അതിൻ്റെ അമ്മയും അവിടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതാനായിട്ട് ശ്രമിക്കാം. ഇനി നമുക്ക് ഇത്രയാണ് അതിനകത്ത് ആ ഒരു എന്താ പറയുക ഓവറോൾ ആയിട്ട് പറയാനുള്ള, ഏറ്റവും ഷോർട്ടാക്കിയിട്ട് ഏറ്റവും വേണ്ട കാര്യങ്ങൾ മാത്രം പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയുള്ളത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. മെയിനായിട്ട് ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 ഫെമിനിസ്റ്റ് ടൂൾസ്? അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് 2 ഫെമിനിസ്റ്റ് ടൂൾസിനെ കുറിച്ച് റൈറ്റർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐ മാറ്റർ ഈക്വലി എന്നുള്ളതാണ്. അതായത് എനിക്കും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് മറ്റുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ എൻ്റെ കാര്യത്തിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലാണ്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് ടൂളായിട്ട് നമ്മുടെ റൈറ്റർ പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ക്യാൻ യു റിവേഴ്സ് എക്സ് ആൻഡ് ഗെറ്റ് ദ സെയിം റിസൾട്ട്സ്. അതായത് ഒരു സിറ്റുവേഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പുരുഷൻ അല്ലെങ്കിൽ ഹസ്ബൻഡിന് പറ്റുന്ന ഒരു മിസ്റ്റേക്കിനെ എങ്ങനെയാണ് ആ വൈഫ് എടുക്കുന്നത്, അതേ രീതിയിൽ തന്നെ അതേ തെറ്റ് വൈഫിന് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ഹസ്ബൻഡും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുമോ അല്ലെങ്കിൽ ആ ഒരു രീതി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുമോ എന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 2 കാര്യങ്ങളാണ് 2 ഫെമിനിസ്റ്റ് ടൂൾസ് ആയിട്ട് അദ്ദേഹം അല്ലെങ്കിൽ അവർ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് വാസ് അഡ്വൈസ് ഗിവൻ ബൈ മാരിലിൻ സാൻഡേഴ്സ് ടു ദ യങ്ങർ ജേർണലിസ്റ്റ്? മാരിലിൻ സാൻഡേഴ്സ് യങ്ങർ ജേർണലിസ്റ്റിന് കൊടുത്തിട്ടുള്ള ഒരു അഡ്വൈസ് എന്തായിരുന്നു? ദ അഡ്വൈസ് ഗിവൻ ബൈ മാരിലിൻ സാൻഡേഴ്സ് ടു ദ യങ്ങർ ജേർണലിസ്റ്റ് വാസ് നെവർ അപ്പോളജൈസ് ഫോർ വർക്കിംഗ്. യു ലവ് വാട്ട് യു ഡു ആൻഡ് ലവിങ് വാട്ട് യു ഡു ഇസ് എ ഗ്രേറ്റ് ഗിഫ്റ്റ് ടു ഗിവ് യുവർ ചൈൽഡ്. അപ്പോൾ ഒരിക്കലും ജോലി ചെയ്യുന്നതിന് തെറ്റായി കണ്ടുകൊണ്ട് ആരോടും ക്ഷമാപണം നടത്തേണ്ടതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അതുതന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് ഭാവിയിൽ കൊടുക്കാൻ പോകുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ്. അല്ലാണ്ട് ഭാവിയിൽ നിനക്ക് വേണ്ടി ഞാനെല്ലാം സാക്രിഫൈസ് ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നീ ഉണ്ടായിട്ടും അതിൻ്റെ കൂടെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ട ജോലികളെല്ലാം ഞാൻ കൊണ്ടുപോയിരുന്നു എന്ന് പറയുന്നതായിരിക്കും തീർച്ചയായിട്ടും നല്ല രീതിക്ക് വളർത്തിയിട്ടുള്ള ഒരു കുട്ടിക്ക് അഭിമാനം ഉണ്ടാക്കാവുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു കാര്യം എന്താണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആ ഒരു ജേർണലിസ്റ്റ് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനി 2 എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ 2 എസ്സേ ക്വസ്റ്റ്യൻസിൽ തന്നെ ഓൾമോസ്റ്റ് ആ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത് അല്ലെങ്കിൽ ഇത്രയും ചോദ്യങ്ങൾ ഇതിനകത്ത് വരുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ ചോദ്യം, ചൈൽഡ് കെയർ ഇസ് ആൻ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബോത്ത് ദ പാരൻസ്. കമൻറ്റ്. അപ്പോൾ കുട്ടികളെ കെയർ ചെയ്യുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ശിശു പരിപാലനം എന്ന് പറയുന്നത് 2 പേരുടെയും പാരൻസിൻ്റെ 2 പേരുടെയും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ള അവരുടെ ഒരു അഭിപ്രായത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ
പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ തന്നെ ഗുഡ് പാരൻറ്റിങ് എങ്ങനെയാണ്, അതേപോലെ തന്നെ ലാംഗ്വേജ് ഓഫ് ഹെൽപ്പ്, അതൊരിക്കലും വൈഫ് ഒരു ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ള രീതിക്ക് കുഞ്ഞിനെ കെയർ ചെയ്യേണ്ട കാര്യം ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട കാര്യമില്ല എന്ന രീതിക്കുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ആൻസേഴ്സ് നമുക്ക് ഈ ഒരു ആൻസറിനകത്ത് കിട്ടുന്നതായിരിക്കും. ചൈൽഡ് കെയർ ഇസ് certainly an equal responsibility of both the parents. തീർച്ചയായിട്ടും രണ്ടുപേരുടെയും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. ബട്ട് ഇൻ മോസ്റ്റ് സൊസൈറ്റീസ്, ഈവൻ ഇൻ ദ സോ കോൾഡ് ഡെവലപ്ഡ് സൊസൈറ്റീസ്, ചൈൽഡ് കെയർ is supposed to be the prime duty of mothers. This attitude has to change and fathers should have equal responsibility in bringing up their children like the mothers have. In patriarchal societies, the responsibility of looking after the children solely rests with the mothers. അപ്പോൾ എത്രയൊക്കെ പുരോഗമനവാദം പറയുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെയും കുഞ്ഞുങ്ങളെ നോക്കുക എന്നുള്ളത് മെയിനായിട്ടും അമ്മമാരുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ഒരു രീതി അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഒരിക്കലും നമുക്കതിനെ ഫോളോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് രണ്ടുപേർക്കും കുട്ടികളുടെ കാര്യത്തിലുള്ളത്. ദിസ് ഇസ് ഇൻജസ്റ്റിസ്, അതായത് അമ്മയാണ് എല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻജസ്റ്റിസ് ആണ്. In school, we learn that a verb is a doing verb. Father is as much as a verb as mother. അപ്പോൾ നമ്മൾ ഡൂയിങ് വേർബ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയാണ് അവിടെ പ്രവൃത്തി ചെയ്യേണ്ട വേർബ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനും അവിടെ എന്ത് തന്നെയാണ്, ഒരു പ്രവൃത്തി ചെയ്യേണ്ട വ്യക്തി തന്നെയാണ്. Aditya advises fathers to share the domestic work and child raising responsibilities equally. When fathers get more involved in parenting, mothers have greater freedom to pursue other activities. അപ്പോൾ അച്ഛന്മാരും ഇതേപോലെ കുട്ടികളുടെ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റികളിലേക്ക് കുറച്ചുകൂടെ സമയം കിട്ടുന്നതായിട്ട് നമുക്ക് കാണും. Additionally, it is also good for daughters to see male role models engaging in activities such as cooking, cleaning, and nurturing. The author argues that there is nothing or almost nothing about the nature of men and women that makes them inherently suited to certain tasks. ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ അവർക്ക് ഇൻഹറൻ്റ്ലി ഇന്ന ജോലികൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് യാതൊരു തരത്തിലുള്ള നിയമങ്ങളുമില്ല. അല്ലെങ്കിൽ അവർക്ക് ജന്മന ഇന്ന ജോലികളുണ്ട്, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ജന്മന ഇന്ന ജോലികളുണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെയും ഒരു ക്ലാസിഫിക്കേഷനും ഉണ്ടാക്കി വെച്ചിട്ടില്ല. Men and women are equally capable of learning and performing new skills, including all of those required in child rearing. അപ്പോൾ ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും എന്ത് ജോലികളുടെ കാര്യത്തിലാണെങ്കിലും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരേപോലെ എല്ലാ ജോലികളും ചെയ്യാനായിട്ട് സാധിക്കും. സോ there is nothing in nature of men that stops them from helping out with parenting. Adichie says that some mothers think their husbands will not wash and dry the private parts of or the female children properly. She says there is nothing to worry about that. The children won't die if their private parts remain wet for some time. അതുപോലെ ചില അമ്മമാരുടെ ധാരണയുണ്ട് കുട്ടികളുടെ പ്രൈവറ്റ് പാർട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ കുട്ടികളെ കുളിപ്പിക്കുകയാണെങ്കിലും ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അച്ഛന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, വൃത്തിയാവില്ല എന്നൊക്കെ ധാരണയുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. കാരണം അച്ഛൻ്റെയും കുട്ടി തന്നെയാണല്ലോ അത്. അപ്പോൾ ആ കുട്ടിക്ക് ദോഷം വരുന്നൊരു കാര്യം എന്തായാലും അദ്ദേഹം ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ചെറിയ കുറവുകളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് അടുത്ത അവർ ശരിയാക്കിക്കോളും. അതൊന്നും ആലോചിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല. The narrator advises mothers to reject the language of help because if you refer to the father as a helper or babysitter, it will reinforce the idea that the mother is the primary person to care for the baby. When the father looks after his child, he is just doing his job as a father and so he does not deserve any special praise. അപ്പോൾ അച്ഛൻ ആ കുട്ടീനെ കുറിച്ച് അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു സഹായം ചെയ്യുമോ, അതൊന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്നൊരിക്കലും ഒരു അമ്മ പറയേണ്ട കാര്യമില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഹെൽപ്പായിട്ട് അതിനെ കരുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, മെയിനായിട്ട് ഈ ജോലി അമ്മയുടെയാണ്. അതിൽ ചെറിയൊരു സഹായത്തിന് അച്ഛൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് വന്നു എന്നൊരു രീതിക്ക് അതിന് ഇൻ്റർപ്രിട്ടേഷൻ ഈ അമ്മ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ആരാണെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തു അല്ലെങ്കിൽ കുട്ടിയെ നോക്കി എന്നുള്ളത് കൊണ്ട് അതിന് വലിയ പൂഴ്ത്തലുകളിലൊന്നും ആവശ്യമില്ല. ബിക്കോസ് അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. Mothers should not identify too strongly with the role of motherhood. There is a tendency of women to get so involved in the role of mother that they forget everything else. This is a problem both for and their daughters. It is a problem for mothers because it means they don't properly attend to their own needs and desires. It is also not good for their daughters because it gives them a bad message. അപ്പോൾ ഇതേപോലെ തന്നെ സ്വന്തം കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച്, ജോലി വേണ്ടാന്ന് വെച്ച്, പഠനം വേണ്ടാന്ന് വെച്ച് അപ്പോഴത്തെ സമയത്തൊക്കെ ഇതാണ് മദർഹുഡാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ അവരുടെ മക്കൾക്ക്, അവർക്ക് ഉണ്ടാകുന്ന ഡോട്ടേഴ്സിന്, പെൺകുട്ടികൾക്കും എന്ത് തന്നെ ഉണ്ടാകുന്ന ഈ സെയിം മെസ്സേജ് തന്നെയാണ് അവർക്കും കിട്ടുന്നത്. അതായത് കല്യാണം കഴിഞ്ഞാൽ കുട്ടിയായി കഴിഞ്ഞാൽ ആ കുട്ടീനെ നോക്കി ഇരുന്നോളൂ, ജോലിക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ള രീതിക്കുള്ളൊരു മെസ്സേജാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത്തരത്തിലുള്ളൊരു സിംഗിൾ റോളിനകത്ത് ഒതുങ്ങിക്കൂടാനായിട്ട് പാടില്ല.
And mothers will give a better message to their daughters if they live a full life independent of their children. They should show their daughters that besides raising children, they also have of other interests, desires and ambitions in life. Fathers should do their best to help mothers to attend to their own needs and desires. So parenting should be shared responsibility of the father and the mother. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിൽ സ്വന്തം പെൺമക്കൾക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എന്ത് പറയാൻ സാധിക്കും? നിങ്ങളെ നോക്കിയതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇതൊക്കെയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, എനിക്ക് ഇത്രയും ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു എന്നുള്ള രീതിക്ക് പറയാൻ കഴിഞ്ഞാൽ മാത്രമേയാണ് അവർക്ക് നാളെ ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് സാധിക്കണമെങ്കിൽ അതിന് ആരുടെ സപ്പോർട്ട് വേണം? അച്ഛൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, രണ്ടുപേരും ഈക്വൽ ആയിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം ആ ചൈൽഡ് കെയറിൻ്റെ കാര്യത്തിൽ. ഇനി അടുത്ത ചോദ്യം, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചിമ്മമാണ്ട അഡീച്ചീസ് കൺസെപ്റ്റ് ഓഫ് ജെൻഡർ. ജെൻഡറിനെ കുറിച്ചുള്ള കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് അവരിതിൽ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആൻസർ നോക്കുകയാണെങ്കിൽ തന്നെ അതായത് ജനറൽ, ന്യൂട്രൽ എന്താണ്, ബ്ലൂ പിങ്ക്, ബൈനറി എന്താണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലൊക്കെ ആൻസേഴ്സ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. Chimamanda Adichie Ngozi is a feminist writer from Nigeria. She is against assigning gender roles to people. In many societies, household chores like cooking, washing, sweeping, etc. are supposed to be done only by women. Even bringing up children is supposed to be prime responsibility of women. Adichie says such thinking has to change and she gives valid reasons for changing the attitude of the society. അപ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ജെൻഡർ റോൾസ്, അതായത് പുരുഷന്മാർ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, സ്ത്രീകൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തിനോട് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ റൈറ്റർ. അപ്പോൾ അതുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള റീസൺസും അവർ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. Adichie thinks that the idea of gender roles is absolute nonsense because such an idea has no validity. She asks Ijeawele never to tell her daughter not to do something or do something just because she is a girl. Adichie remembers being told as a child to bend down properly while sweeping like a girl. It means sweeping is only for girls. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ വർക്കിനകത്തും അവർ പറയുന്നത് എന്താണ്, തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറയുകയാണ്, ഒരിക്കലും ഒരു പെൺകുട്ടി അവളുടെ അടുത്ത് ഒരിക്കലും നീ പറയാൻ പാടില്ല, നീ പെൺകുട്ടി ആയതുകൊണ്ട് ഇത് ചെയ്യരുത്, നീ പെൺകുട്ടി ആയതുകൊണ്ട് ഇത് ചെയ്യണം, ഈ രണ്ട് കാര്യങ്ങളും നീ ഒരിക്കലും പറയാൻ പാടില്ല എന്നാണ് അവരോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതിപ്പോൾ എന്ത് ജോലിയുടെ കേസിലാണെന്നുണ്ടെങ്കിലും പെൺകുട്ടി ആയതുകൊണ്ട് എന്നൊരു ക്ലോസ് അവിടെ ഒരിക്കലും വെക്കാനായിട്ട് പാടില്ല, അവളോട് അത് പറയുകയും ചെയ്യരുത്. We are often told that the reason men and women behave as they do because of their gender. Men are active, rational and industrious because they are men. Women are passive, emotional and caring because they are women. We are told that our gender dictates how we will perform certain tasks or react in certain situations. Our gender defines who we are and limits what we are capable of doing as individuals. അപ്പോൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും എന്തൊരു കേസ് ആയിക്കോട്ടെ, നമുക്ക് പൊതുവെയുള്ള ധാരണയാണ് പുരുഷന്മാർ ഭയങ്കര ആക്റ്റീവാണ്, സ്ത്രീകൾ ഭയങ്കര പാസീവാണ്, സ്ത്രീകൾ ഇമോഷണലാണ്, പുരുഷന്മാർ കുറച്ചുകൂടി റാഷണലാണ്, അത്തരത്തിലുള്ള ഒരുപാട് ചിന്തകളുണ്ട്. പക്ഷെ അതിനൊക്കെ ബേസായിട്ട് നമ്മൾ പറയുന്നത് എന്താ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആണല്ലേ, അല്ലെങ്കിൽ അവൻ പെണ്ണല്ലേ എന്ന് നമ്മുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്. പക്ഷെ ആക്ച്വലി ജെൻഡർ കൊണ്ടല്ല ഒരിക്കലും ഒരാൾ ഇമോഷണലാവുന്നോ അല്ലെങ്കിൽ റാഷണലാവുന്നതോ അല്ലെങ്കിൽ ആക്റ്റീവ് ആവുന്നതോ പാസീവ് ആവുന്നതോ ഒന്നും ജെൻഡർ കൊണ്ട് നിർണ്ണയിക്കപ്പെടുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു വിശ്വാസം ആദ്യം എന്ത് മാറ്റണം, മനുഷ്യന്മാരുടെ അകത്തുനിന്ന് മാറിപ്പോകണം. അല്ലെങ്കിൽ ഇപ്പോഴും എല്ലാ കാലത്തും ഈ വിശ്വാസങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കും, പുരുഷനായതുകൊണ്ട് അങ്ങനെ, സ്ത്രീ ആയതുകൊണ്ട് ഇങ്ങനെയാണ്. In Adichie's view, boys and girls are born equal. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ജനിക്കുന്നത് ഈക്വൽ ആയിട്ടാണ്. ആൻഡ് ഇറ്റ് ഇസ് സൊസൈറ്റി that thrusts gender roles onto children by conditioning them to behave differently based on their sex. Cooking is something to be learned and not an ability inherent in girls. All the things that the women can do, men also can do, except bearing children and breastfeeding them. So the idea that some jobs and exclusively for girls is utter nonsense. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനിച്ചു വീഴുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിക്കും ഒരേ കഴിവുകൾ തന്നെയാണ് ഉണ്ടാകുന്നത്. പിന്നെ അവരെ അങ്ങനെ ആക്കി മാറ്റുന്നത് സമൂഹമാണ്. അതായത് ഒരു ജോലിയും, എക്സാമ്പിൾ പറയുന്നത് കുക്കിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെൺകുട്ടി ജനിച്ചു വീഴും അവളെ ശരീരത്തിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു കാര്യമല്ല, പഠിച്ചെടുക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഒരു പെൺകുട്ടി പഠിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് നീ കുക്കിംഗ് അറിഞ്ഞിരിക്കണം, നീ വേറൊരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടതല്ലേ, അങ്ങനെയൊന്നും ഒരിക്കലും ഒരു പെൺകുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ ആൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി, പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി, അങ്ങനെ ഒരു കാറ്റഗറിയും നമ്മൾ എവിടെയും തിരിച്ചിട്ടില്ല. മാത്രമല്ല ഇതിനകത്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ, അതേപോലെ ബ്രസ്റ്റ് ഫീഡിങ്, ഇതൊക്കെ എന്താണ് പുരുഷന്മാരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്, അത് ബയോളജിക്കലി ഉള്ള ഡിഫറൻസ് ആണ്. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയാം. അല്ലാണ്ട് ഇത്തരത്തിലുള്ള ജോലികളൊന്നും നമുക്ക് അങ്ങനെ വേറെ തിരിച്ച് പറയാനായിട്ട് സാധിക്കില്ല. അത് വളരെ നോൺസെൻസ് ആണ് എന്നാണ് പറയുന്നത്.
Adichie says that mothers should not identify too strongly with the role of motherhood. There is a tendency for women to get so involved in the role of mother that they forgot everything else. This is a problem. Both of mothers and their daughters, it is a problem for mothers because it means they don't properly attend to their own needs and desires. It is also not good for their daughters because it sends a bad message. നമ്മൾ കുറച്ച് മുന്നേ കഴിഞ്ഞ എസ്സേയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് എല്ലാ കാര്യങ്ങളും മറന്ന് ഈ മദർഹുഡിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ വരുന്ന പെൺകുട്ടികൾക്ക് കിട്ടുന്നൊരു ബാഡ് മെസ്സേജ് ആയിരിക്കും. Then there is the pink blue binary dichotomy. Almost from the moment babies are born, society begins to condition boys and girls differently. We dress them differently, talk to them differently, handle them differently, and choose different toys for them to play with. Boys are usually given active toys to play with, such as cars, trains, and guns, whereas girls are often given dolls. Children's clothes and toys do not need to be categorized by gender. They could be categorized by size, age, or type. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ തന്നെ നമ്മളവിടെ കാറ്റഗറൈസ് ചെയ്യാണ്. പെൺകുട്ടിയാണെങ്കിൽ കളിക്കാൻ പാസീവായിട്ടുള്ള പാവകൾ മതി. ആൺകുട്ടികളാണെങ്കിൽ കളിക്കാൻ അവന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. കാറ്, ജീപ്പ്, തോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ, ആക്റ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കയ്യിൽ വെച്ച് കൊടുക്കും. അതെന്തുകൊണ്ടാ? നീ ആൺകുട്ടിയല്ല, അവൻ ആൺകുട്ടിയല്ല, അപ്പോൾ അവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ച് കളിച്ചോട്ടെ എന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഡ്രസ്സ്, ആൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഡ്രസ്സ്, അങ്ങനെ ഒരിക്കലും തിരിക്കാൻ പാടില്ല. വസ്ത്രങ്ങൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ നമ്മൾ എങ്ങനെ തിരിക്കണം? പ്രത്യേകിച്ചും ഒരേ ഒരു കാറ്റഗറി സൈസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്കങ്ങനെ വേർതിരിവ് കാണിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ആൺകുട്ടികൾക്കുള്ള ജെൻഡറിന് പറ്റിയ ഡ്രസ്സ്, പെൺകുട്ടികൾക്ക് ജെൻഡറിന് പറ്റിയ ഡ്രസ്സ് അങ്ങനെ ഒരിക്കലും വേർതിരിച്ച് കാണാനായിട്ട് പാടില്ല. Adichie then talks about the pink-blue binary dichotomy. Children stopped to buy Ijeawele's an outfit in the girls section were pale creations in wash-out shades of pink. അപ്പോൾ ഒരു വട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റിനകത്ത് ഇജാവലത്തിന് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയ ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ബോയ്സ് സെക്ഷൻ ഹാഡ് ഔട്ട്ഫിറ്റ്സ് ഇൻ വൈബ്രന്റ് ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ. She bought a blue dress for baby. The cashier said it was a perfect present for a boy. When Adichie said it was for a girl, the cashier looked horrified and said, "Blue for a girl, such attitudes must change." അപ്പോൾ അവരിങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് ഇതേപോലെ ഒരു ബ്ലൂ കളറുള്ള ഡ്രസ്സ് അവൾക്ക് വേണ്ടിയിട്ട്, പെൺകുട്ടിക്ക് വേണ്ടി എടുത്ത സമയത്ത് കാഷ്യർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ബ്ലൂ എന്ന് പറയുന്ന കളർ ആൺകുട്ടികൾക്കുള്ളതല്ലേ എന്നൊരു ധാരണ ആളുകളുടെ മനസ്സിൽ. എന്തിനീ ചെറിയ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിൽ വരെ ഉണ്ട്, അതൊക്കെ മാറ്റേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിലിങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റ് അവരവിടെ അവസാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാൻ വരുന്ന ഏരിയാസ് ഉള്ളൂ. താങ്ക്